ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കലക്കൻ സിനിമാസ്. അപ്പം ഇന്ന് ഒരുപാട് പുതിയ സിനിമ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം തന്നെ ഇന്നലെ വിജയ് ദേവരകൊണ്ടയുടെയും രാഷ്മികയുടെയും കല്യാണമായിരുന്നു. അപ്പോൾ ഹാപ്പി മാരിഡ് ലൈഫ്. അപ്പോൾ ആ കല്യാണത്തിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം അതുപോലെ തന്നെ പാട്രിയോന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിരുന്നു. അപ്പോൾ ആ പോസ്റ്റർ അടിച്ച ആ സ്റ്റില്ല്, ആ സീക്വൻസിന്റെ ആ സ്റ്റില്ല് പുറത്തുവിട്ടിട്ടുണ്ട്. ചിത്രത്തിന്റെ സംഗീതം എന്ന് പറയുന്നത് സുഹിൻ ശ്യാമാണ്. അപ്പോൾ ഈ സീക്വൻസ് തിയേറ്ററിൽ ബ്ലാസ്റ്റ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം നമുക്ക്. എന്തായാലും ഇന്നലത്തെ ഈ പോസ്റ്ററോടെ കുറച്ച് ഹൈപ്പ് കൂടിയിട്ടുണ്ട്. മുൻപ് ട്രെയിലർ ടീസറൊക്കെ വന്നിരുന്നെങ്കിലും കാര്യമായ ഹൈപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും ഈ ഒരു പോസ്റ്ററിലൂടെ കുറച്ചെങ്കിലും ഹൈപ്പ് സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആടുത്തിട്ട് ട്രെയിലറിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 3 മിനിറ്റിന് മുകളിലുണ്ട് ട്രെയിലർ. അപ്പോൾ ഉടനെ തന്നെ ആ ട്രെയിലർ എന്നാണ് റിലീസ് ആവുന്നതെന്ന് ഒഫീഷ്യലി അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതുപോലെ ടോക്സിക്കിന്റെ മറ്റ് ഏരിയയിലെ റൈറ്റ്സുകൾ തമിഴ്നാട്, തെലുങ്ക്, ഓവർസീസിലൊക്കെ റൈറ്റ്സിന് വിറ്റുപോയിട്ടുണ്ട്. ഭയങ്കര വലിയ റൈറ്റ്സിനാണ് വിറ്റ് പോയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഏകദേശം 63 കോടി രൂപയ്ക്കാണ് ടോക്സിക് വിറ്റ് പോയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ജനനായകൻ വാങ്ങിയ ആൾക്കാരൊക്കെ തന്നെയാണ് ഏരിയ അനുസരിച്ച് റിലീസ് ചെയ്യുന്നത്. ജനനായകന്റെയും പ്രൊഡ്യൂസർ KVN ആയിരുന്നു, ടോക്സിക്കിന്റെയും പ്രൊഡ്യൂസർ KVN ആണ്. അപ്പൊ തമിഴ്നാട്ടിൽ ഈ സിനിമ ഹിറ്റ് ആവണമെങ്കിൽ തന്നെ ഏകദേശം 120 കോടിക്ക് മുകളിൽ വേണം. തെലുങ്കിൽ റൈറ്റ്സ് തന്നെ 120 കോടി രൂപയാണ് വിറ്റ് പോയിരിക്കുന്നത് ടോക്സിക്കിന്റെ. തെലുങ്കിൽ ഹിറ്റ് ആവണമെങ്കിൽ 240 കോടിക്ക് അടുത്തെങ്കിലും നേടേണ്ടിയിരിക്കുന്നു. ഓവർസീസിലാണെങ്കിൽ 105 കോടി രൂപയ്ക്കാണ് ചിത്രം വിറ്റുപോയത്. ഓവർസീസിൽ 200 കോടിക്ക് മുകളിൽ ഈ സിനിമ നേടണം. ചുരുക്കി പറഞ്ഞാൽ തെലുങ്ക്, തമിഴ്നാട്, ഓവർസീസ് ഈ 3 സ്റ്റേറ്റ്, ഈ 3 ഏരിയയിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 450 കോടിക്കടുത്ത് ഈ സിനിമ നേടിയാൽ മാത്രമേ ഹിറ്റ് ആവുകയുള്ളൂ. ഇതിന് പുറമെ കേരളമുണ്ട്, അതുപോലെ കർണാടകയുണ്ട്, നോർത്ത് ഇന്ത്യ ഉണ്ട്. ഇവിടുത്തെ റൈറ്റ്സ് ഒന്നും അങ്ങനെ പ്രോപ്പർ ആയിട്ട് വന്നിട്ടില്ല. കർണാടകയിൽ പിന്നെ ഓൺ റിലീസ് ആയിരിക്കും. KVN തന്നെ അവിടെ കർണാടകയിൽ റിലീസ് ചെയ്യുന്നത്. കേരളത്തിൽ E4 എന്റർടൈൻമെന്റ്സ് ആണ് റിലീസിന് എത്തിക്കുന്നത് ടോക്സിക്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിയാൻ വിക്രമിനെ കുറിച്ചാണ്. ഈ മാർച്ച് ആകുമ്പോൾ വിക്രമിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട് 1 വർഷം തികയാണ്. അതിനുശേഷം വിക്രം പ്രേംകുമാർ, നമ്മുടെ 96 എടുത്ത പ്രേംകുമാറിന്റെ ഒരു സിനിമ അനൗൺസ്മെന്റ് ചെയ്തു. അതിന് മാവീരന്റെ ഡയറക്ടർ മഡോൺ അശ്വിന്റെ കൂടെ ഒരു സിനിമ അനൗൺസ്മെന്റ് ചെയ്തു. പിന്നെ ഒരു പുതുമുഖ സംവിധായകന്റെ അനൗൺസ്മെന്റ് ചെയ്തു. പക്ഷേ ഇതൊക്കെ അനൗൺസ്മെന്റിൽ മാത്രം നിൽക്കുകയാണ്. ഒരു സിനിമ പോലും ടേക്ക് ഓഫ് ആയില്ല. ഒരു സിനിമയും ഷൂട്ടിന് പോയില്ല. ഇപ്പൊ വീണ്ടും പുതിയ ഡയറക്ടറിന്റെ ഒരു പേര് കേൾക്കുന്നുണ്ട്. നമ്മുടെ അജയന്റെ 2ാം വർഷം എടുത്ത ജിതിൻ ലാലും വിക്രമും ഒന്നിക്കുന്നു എന്നൊരു ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ എല്ലാം ന്യൂസായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. പക്ഷെ ഒരു സിനിമയും ഷൂട്ടിന് പോകുന്നില്ല. വെറുതെ ഇങ്ങനെ സമയം കളയുകയാണ് വിക്രം. അത് വിക്രം ആരാധകർക്ക് ഒരുപാട് നിരാശയുണ്ട്. ഞാനത് കുറച്ച് സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ കുറേ വിക്രം ആരാധകർ ഇങ്ങനെ ഓരോ പോസ്റ്റിന്റെ ഇടയിൽ കമന്റ് ഒക്കെ ഇടുന്നത് കണ്ടിരുന്നു. ഈ കാര്യത്തിൽ നമ്മ ധനുഷ് ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, ഈവൻ രജനി വരെ ഈ പ്രായത്തിൽ പോലും സിനിമകൾ ഓരോ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷൻ, ജയിലർ 2 കഴിയുന്നു, തലയോർ 173 വരുന്നു, വീണ്ടും കമലിനൊപ്പം പടം ചെയ്യുന്നു. ഇങ്ങനെ ഈ പ്രായത്തിലും ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ്, ഓടി അഭിനയിക്കുമ്പോൾ നമ്മുടെ വിക്രം വെറുതെ 1 വർഷമായിട്ട് ഒരു സിനിമ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സിനിമയുടെ ഷൂട്ടും വിക്രം ഇതുവരെ 1 വർഷമായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഉടനെ വിക്രം ആരാധകർക്ക് ഒരു നല്ലൊരു അപ്ഡേറ്റ് വരുമെന്ന്. അപ്ഡേറ്റ് മാത്രമല്ല, ഷൂട്ടിന് പോകണം. കാരണം ഓൾറെഡി ഇപ്പം 3-4 സിനിമ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ടേക്ക് ഓഫ് ആയില്ല. അപ്പോൾ ഇനി വരുന്ന അനൗൺസ്മെന്റിലെങ്കിലും ആ സിനിമയിൽ വിക്രം ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വാഴ 2 നിന്ന് ഒരു പോസ്റ്ററും വന്നിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് സിംഗിൾ വന്നിട്ടുണ്ട്. വീഡിയോ സോങ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ റിലീസ് ഡേറ്റിൽ മാറ്റമൊന്നുമില്ല. ദൃശ്യം 3 ഇറങ്ങുന്ന ദിവസം തന്നെ വാഴ 2 ഇറങ്ങുമെന്നാണ് അപ്പോൾ അവർ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ ദിവസവും സിനിമ അപ്ഡേറ്റും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.